ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ 365 ഡേയ്സ് ട്രാൻസ്ഫർമേഷൻ ജേണിയുടെ ഡേ 47 ആണ്. 47 ദിവസം ഈശ്വരൻ്റെ കൃപ കൊണ്ട് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന് ഞാൻ പ്രപഞ്ചശക്തിക്ക് അങ്ങേയറ്റം നന്ദി പറയുകയാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഈശ്വരനെ സ്മരിച്ചോ? ഈശ്വരന് നന്ദി പറഞ്ഞോ? പലരും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവർ, അവർക്ക് ആരെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്താൽ പോലും ഒരു നന്ദി പറയാൻ പോലും മടിയുള്ളവർ. നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് മാത്രമല്ല, ദൈവം തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ കടപ്പെട്ടിരിക്കണം. നന്ദിയുള്ളവന് പ്രപഞ്ചം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ നന്ദിയില്ലാത്ത മനുഷ്യർ ലൈഫിൽ പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ കാലക്രമേണ കാണുന്നതാണല്ലേ. ചിലർക്കൊക്കെ സൗഭാഗ്യവും സമ്പത്തും ഒക്കെ വന്നു ചേരുമ്പോൾ അവർ വന്ന വഴിയൊക്കെ അങ്ങ് മറക്കും. വന്ന വഴി മറക്കുന്നവരൊക്കെ ഈ ഏണിയും പാമ്പും കളിയുണ്ടല്ലോ, അതിൽ പാമ്പ് വിഴുങ്ങിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ താഴെ വരില്ലേ, അതുപോലെ വരുന്നതും നമ്മൾ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ മക്കളെ. അപ്പോൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത് നന്ദിയുള്ളവരായിരിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ സമയവും വരും എന്ന് വെച്ചാൽ, പലരും പറയുന്നൊരു കാര്യമുണ്ട്, മറ്റുള്ളവർ വിജയിക്കുന്നത് കാണുമ്പോൾ, മറ്റുള്ളവർ അവരുടെ ലൈഫിൽ നേട്ടങ്ങൾ കൊയ്യുന്നത് കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര വിഷമം വരും. ടീച്ചറമ്മ, എനിക്ക് മാത്രം എന്താ വിജയിക്കാൻ പറ്റാത്തത് എന്നുള്ള ഒരു വിഷമം. നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് സങ്കടത്തിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും മക്കളെ. നമുക്കും വിജയിക്കാൻ ഒരു സമയമുണ്ട്. ഞാൻ 38 വർഷം ലൈഫിൽ സ്ട്രഗിൾ അനുഭവിച്ച വ്യക്തിയാണ്. അപ്പോൾ അതിനുശേഷമായിരുന്നു എനിക്ക് ലൈഫിൽ വിജയിക്കാനുള്ള സമയം. നമ്മൾ പറയില്ലേ, എനിക്കൊരു സമയം വരും, എനിക്കൊരു നല്ല കാലം വരും, എൻ്റെ മാവും പൂക്കും എന്നൊക്കെ പറയില്ലേ. അതുപോലെ നമുക്കൊരു സമയമുണ്ട്. നമുക്ക് ലൈഫിൽ വിജയിക്കാനായിട്ട് ഒരു സമയമുണ്ട്. ആ സമയത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. അതിനുവേണ്ടി നമ്മൾ നിരന്തരം ആക്ഷൻ എടുക്കണമല്ലോ. എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. മറ്റുള്ള പലരും ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ, എനിക്ക് പണ്ടൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ സത്യം പറഞ്ഞാൽ 8 നിലയെ പൊട്ടി. അപ്പോൾ പലരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിൽ ഇൻകമൊക്കെ നേടുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇതൊക്കെ സക്സസ് ആവുന്നു, എനിക്ക് സക്സസ് ആവുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ വിഷമിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങി അതിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ട് ഞാൻ നോക്കുമ്പോൾ, പണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആരെ നോക്കിയാണോ അയ്യോ അവർക്കൊക്കെ സക്സസ് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന അവരെക്കാട്ടിലും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നമ്മൾ പറയില്ലേ, ലേറ്റായി എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർ സക്സസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കാനായിട്ട് പഠിക്കുക. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാം. ടീച്ചറമ്മ ഒരു കഥ പറഞ്ഞു തരാം. മഹാഭാരതത്തിലെ പാണ്ഡവന്മാർ രാജകുമാരന്മാരായിരുന്നു. ഒരു ചൂതാട്ടമാണ് അവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാക്കിയത്. അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു. ഇവർക്ക് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും അനുഭവിക്കേണ്ട ഒരവസ്ഥ വന്നു. സാധാരണപ്പെട്ട വ്യക്തികളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? അവർ ആ 12 വർഷം കൊണ്ട് തന്നെ ഇത്രയും രാജകുമാരന്മാരായിട്ട് ജീവിച്ചിരുന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ലൈഫ് തീർന്നുവെന്ന് കരുതി ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്നടി. പക്ഷേ ഇവർ സ്വയം പഴിച്ചില്ല, സങ്കടപ്പെട്ടില്ല. അതിനു പകരം ആ 12 വർഷം അർജുനൻ അദ്ദേഹത്തിൻ്റെ വില്ലുവിദ്യയിൽ അദ്ദേഹം അനുനിമിഷം എക്സ്പേർട്ട് ആയിക്കൊണ്ടിരുന്നു. അതുപോലെ ഭീമൻ അദ്ദേഹത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. യുധിഷ്ഠിരൻ ക്ഷമയും ധ്യാനവും ഒക്കെ അദ്ദേഹം പരിശീലിച്ചു. 12 വർഷം 13 വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ച് രാജ്യത്തേക്ക് എത്തിയപ്പോൾ, ആ അത്രയും വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തന്നെ ബിൽഡ് ചെയ്യായിരുന്നു. അവർ തിരിച്ചു വന്ന് ആ രാജ്യം തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. ഈ കഥ നമുക്ക് തരുന്ന ഒരു ഗുണപാഠം എന്താണ് എന്ന് മനസ്സിലായോ? ലൈഫിൽ പല സാഹചര്യങ്ങളും വരും. ആ സാഹചര്യങ്ങളിൽ നമ്മൾ തിരിച്ച് ആ നെഗറ്റീവ് വരുന്ന സമയത്ത് ഡൗൺ ആകാതെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഒരു ദിവസം നമുക്ക് സക്സസ് തേടി വരും. പലപ്പോഴും പല മനുഷ്യരുടെയും വിജയം കാണുമ്പോൾ എനിക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കഴിവില്ലാത്ത വ്യക്തിയാണ്, മറ്റുള്ളവർക്കൊക്കെ എന്തോരം കഴിവാ ദൈവം വാരിക്കോരി കൊടുത്തേക്കും, ദൈവം എന്നെ കളഞ്ഞിട്ടേക്കാണ്, ദൈവത്തിന് പോലും വേണ്ടാത്ത വ്യക്തിയാണ് ഞാൻ, ഭാഗ്യം കെട്ട വ്യക്തിയാണെന്നൊന്നും ചിന്തിക്കരുത്. എപ്പോഴും ചിന്തിക്കേണ്ടത് ഞാൻ ഭാഗ്യമുള്ള വ്യക്തിയാണ്, എനിക്കൊരു സമയം വരും, എൻ്റെ സമയമാകുമ്പോൾ ഞാനും വിജയിക്കുക തന്നെ ചെയ്യും. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നതെന്ന് വിചാരിച്ച് നമുക്ക് ശോഭിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിലിടുന്നൊരു വീഡിയോ ചിലപ്പോൾ അടുത്ത സെക്കൻഡിൽ കയറി വൈറലായാൽ അല്ലേ, അതോടെ നമുക്ക് പേരും പ്രശസ്തിയും അതിലൂടെ സക്സസ്സും എല്ലാം വന്നു ചേരത്തില്ലേ. പലരെയും നമ്മൾ കണ്ടിട്ടില്ല, അവർക്ക് പെട്ടെന്ന്
സക്സസ് വരുന്നത്. അതുകൊണ്ട് നിരന്തരം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ അതിൽ സന്തോഷിച്ചുകൊണ്ട് നമുക്കെങ്ങനെ കയറി വരാം, വിജയിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. ആരെയും ദൈവം കഴിവില്ലാത്തവരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കും ഒരു ദിവസം വരുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. രാത്രി എത്ര ഇരുണ്ടതായാലും സൂര്യപ്രകാശത്തെ തടയാൻ ആർക്കും പറ്റില്ല. നേരം വെളുക്കുക തന്നെ ചെയ്യും. അതുപോലെ നിങ്ങളുടെ സക്സസ്സിനെ തടയാൻ മറ്റാർക്കും കഴിയില്ല. നിങ്ങളുടെ സക്സസ് തടയുന്നത് നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടും എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള ആ ഒരു ചിന്തകൾ കൊണ്ടൊക്കെ പൊറുതിമുട്ടിയിരിക്കുകയാണെങ്കിൽ ആ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് എനിക്കൊരു നല്ല ദിവസം വരും, ആ ദിവസം വരണമെങ്കിൽ നമ്മൾ ഈ നിമിഷം മുതൽ പ്രവർത്തിക്കാൻ തയ്യാറാകണം. എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന ആ മടിയും അലസതയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞൊരവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മെച്ചപ്പെടുത്താനായിട്ട് എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്ന് ഇന്നൊന്ന് സ്വസ്ഥമായിരുന്നു, ഒന്ന് കുളിച്ചൊന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒന്ന് സ്വസ്ഥമായിരുന്നൊന്ന് ആലോചിച്ച് നോക്കും. പലരും ചോദിക്കാറുണ്ട്, ടീച്ചർമാർ മെഡിറ്റേഷൻ വീഡിയോ തരുമോ? മക്കളെ, യൂട്യൂബിൽ സുജ ആർ മോഹൻ മെഡിറ്റേഷൻ എന്ന് സെർച്ച് ചെയ്താൽ സിമ്പിൾ മെഡിറ്റേഷൻ്റെ വീഡിയോ ടീച്ചർമാർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ മെഡിറ്റേഷൻ പരിശീലിക്കും. ചെറിയ 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 കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ വലിയ സക്സസ് തരുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ടീച്ചർമ്മയുടെ റൊട്ടീൻ എന്താണെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9567274997 എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ജൂലൈ 6-ാം തീയതി അതിൻ്റെ അഡ്മിഷൻ അവസാനിക്കുന്നതാണ്. പിന്നെ വന്നാൽ അഡ്മിഷൻ കിട്ടില്ല. പിന്നെ നമ്മൾ ഓഗസ്റ്റ് മാസം വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. ലക്ഷക്കണക്കിന് മലയാളികളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത ക്ലാസ്സാണ്. അപ്പോൾ ഓൾറെഡി സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞവർക്ക് ഗോൾഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റ, ബൈ ബൈ, ലവ് യു.